നമസ്കാരം. പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. 12 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് അമേരിക്കയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യയുടെ അയൽരാജ്യമായ അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്കാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച പൂർണ്ണ പ്രവേശന യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയത്. മ്യാൻമാർ, ചാഡ്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഇക്വറ്റോറിയൻ ഗിനിയ, എറിത്രിയ, ഹെയ്തി, ഇറാൻ, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവർക്കാണ് US പ്രവേശനം പൂർണ്ണമായി വിലക്കിയിട്ടുള്ളത്. ബറൂണ്ടി, ക്യൂബ, ലാവോസ്, സിറിയ, ലിയോൺ, ടോഗോ, തുർക്ക്മെനിസ്ഥാൻ, വെനസ്വേല തുടങ്ങിയ 7 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഭാഗിക വിലക്ക് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ കർശനമാക്കി. തീവ്രവാദ ബന്ധം, US കുടിയേറ്റ നിർവഹണ സംവിധാനവുമായുള്ള നിസ്സഹകരണം, നിരീക്ഷണ സംവിധാനങ്ങളുടെ അപര്യാപ്തത എന്നിവ ചൂണ്ടിക്കാട്ടി വളരെ ഉയർന്ന അപകട സാധ്യതയുള്ള രാജ്യങ്ങളെന്ന വിശേഷണമാണ് വിലക്കിന് വൈറ്റ് ഹൌസ് നൽകുന്ന വിശദീകരണം. അമേരിക്കയെ സുരക്ഷിതമാക്കാനുള്ള നടപടിയെന്നാണ് ട്രംപ് നിയന്ത്രണത്തെ വിശേഷിപ്പിച്ചത്. അമേരിക്കയിലേക്കുള്ള പ്രവേശന വിലക്ക് പുനഃസ്ഥാപിക്കുകയാണ്. ചിലർ ഇതിനെ ട്രംപ് യാത്രാ നിരോധനമെന്ന് വിളിക്കുന്നു എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. യാത്രാ നിരോധനം US സുപ്രീം കോടതിയും ശരിവെച്ചു. നിയന്ത്രണം പ്രസിഡൻഷ്യൽ അധികാരത്തിന്റെ പരിധിക്കുള്ളിലാണ്. അത് നിയമാനുസൃതമായ ലക്ഷ്യങ്ങളോടെ ഉള്ളതാണെന്നും US സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഗ്രേറ്റർ ടൺപ്, ലെസർ ടൺപ്, അബു മൂസ തുടങ്ങിയ ദ്വീപുകളുമായി ബന്ധപ്പെട്ട് UAEയും ഇറാനും തമ്മിൽ ദീർഘകാലമായി നിൽക്കുന്ന തർക്കം പുതിയ വഴിത്തിരിവിലേക്കും എത്തി നിൽക്കുകയാണ്. അടുത്ത കാലത്തായി ദ്വീപുകളിൽ ഇറാൻ നടത്തിവരുന്ന അനധികൃത നിർമ്മാണങ്ങളെ ശക്തമായ ഭാഷയിൽ അപലപിച്ച് GCC മന്ത്രിതല സമിതി രംഗത്ത് വന്നു. UAEയുടെ കൈവശമുള്ള ദ്വീപുകളിൽ ഇറാൻ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, സൈനിക പരിശീലനങ്ങൾ, പരമാധികാര അവകാശങ്ങൾ എന്നിവ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവും UAEയുടെ പ്രാദേശിക അവകാശങ്ങളുടെ മേൽക്കുള്ള കടന്നുകയറ്റമാണെന്നും GCC വ്യക്തമാക്കി. ഇറാൻ ഈ 3 ദ്വീപുകളിൽ നടത്തുന്ന ഏതൊരു തീരുമാനങ്ങളും പ്രവൃത്തികളും നിയമവിരുദ്ധമാണ്. അവ UAEയുടെ പരമാധികാരം സ്ഥാപിക്കുന്ന ചരിത്രപരവും നിയമപരവുമായ വസ്തുതകളെ ഒരു തരത്തിലും മാറ്റിമറിക്കുന്നില്ല, GCC മന്ത്രിതല സമിതിയുടെ പ്രസ്താവനയിൽ പറഞ്ഞു. ദ്വീപുകൾക്കുമേൽ UAEക്കുള്ള പരമാധികാരം ഈ പ്രസ്താവനയിലൂടെ വീണ്ടും ഉറപ്പിക്കുന്നു. അബു മൂസ ദ്വീപിൽ അടുത്ത കാലത്തായി താമസത്തിനും വിനോദങ്ങൾക്കുമായുള്ള കെട്ടിടങ്ങൾ ഇറാൻ വലിയ തോതിൽ നിർമ്മിച്ചു വരികയായിരുന്നു. ഇതോടൊപ്പം തന്നെ ദ്വീപുകളിൽ സൈനിക പരിശീലനങ്ങൾ നടത്തുകയും പുതിയ പ്രവർത്തനങ്ങൾ ശക്തമാക്കി വരികയും ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥർ ദ്വീപുകൾ സന്ദർശിക്കുകയും അവയെ ഇറാന്റെ ദേശീയ ഐഡന്റിറ്റിയുടെ ഭാഗമായി പ്രഖ്യാപിക്കുകയും ചെയ്തത്. ദ്വീപുകൾക്കുമേൽ ഇറാൻ ഇത്തരത്തിൽ നടത്തുന്ന കടന്നുകയറ്റത്തിനെതിരെ GCCയുടെ പിന്തുണയോടെ ഈ വിഷയം അന്താരാഷ്ട്ര ഫോറങ്ങളിൽ ഉന്നയിക്കാനും നയതന്ത്രപരമായ പരിഹാരങ്ങൾ തേടാനുമാണ് UAE ലക്ഷ്യമിടുന്നത്. മറുവശത്ത് ഇറാന്റെ തുടർച്ചയായ പ്രകോപനപരമായ നടപടികൾ മേഖലയിൽ സംഘർഷം വർദ്ധിപ്പിക്കാനും ഇടയുണ്ടെന്നും നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തപ്പെടുന്നു.